ഹലോ, അപ്പോൾ നമുക്കിന്ന് പുതിയൊരു ടൂള് പഠിക്കാം. അപ്പോൾ ജസ്റ്റ് ഞാനൊരു പേജ് ക്രിയേറ്റ് ചെയ്യാണ്. A4 സൈസാണ് എടുത്തത്. പേഴ്സ്പെക്റ്റീവ് ടൂളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പേഴ്സ്പെക്റ്റീവ് ടൂൾ ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ പേഴ്സ്പെക്റ്റീവ് ടൂളിൻ്റെ ഗ്രിഡ് നമുക്ക് വന്നിട്ടുണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ജസ്റ്റ് ഇപ്പോൾ ആ സൈഡ് ഒരു പോയിൻ്റ് ഉണ്ട്, ഇൻ്റർസെക്റ്റ് ചെയ്യണ ഒരു പോയിൻ്റ്, അത് വെച്ചിട്ട് നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് വലിക്കുകയാണെങ്കിൽ ആ സൈഡ് നമുക്ക് ചെറുതാക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ രണ്ട് സൈഡും ചെറുതാക്കാം. പിന്നെ താഴെ ഒരു 3 വട്ടം കാണാം, അത് പിടിച്ച് നമ്മൾ വലിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നീങ്ങി കിട്ടും. ഇപ്പം നോർമലാക്കിയിട്ടുണ്ട് ഞാൻ. ഹൈറ്റ് വെപ്പിക്കാൻ പറ്റും. നമുക്ക് ഈ ബിൽഡിങ്സൊക്കെ ചെയ്യുമ്പോൾ ചിലത് നല്ല ഹൈറ്റ് ഉണ്ടാവും, അതേപോലെ ഹൈറ്റ് വെപ്പിക്കാൻ പറ്റും. പിന്നെ ആ ഗ്രീനിൻ്റെ തൊട്ടറ്റത്തായിട്ടൊരു വൈറ്റ് സ്പോട്ടില്ലേ, അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. Ctrl Z അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ പൊസിഷനിൽ ഒരു ബാക്കൊക്കെ വരാനായിട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്കൊരു ഷേപ്പ് വരച്ച് നോക്കാം. മുകളിലായിട്ട് ചെറിയൊരു വട്ടത്തിൽ ക്യൂബിൻ്റെ ഒരു ഷേപ്പ് കാണാം. അതിലൊരു ബ്ലൂ കളറ് സെലക്ട് ആയിട്ടിരിക്കുന്ന കാണാം. അതിൽ നമ്മൾ ഷേപ്പ് ടൂള് വെച്ചിട്ട് അവിടെ വരച്ചിട്ട് കൊടുക്കുകയാണ്. ഫിൽ കളറിൽ പോയിട്ട് നമ്മൾ ബ്ലാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആ പോർഷൻ നമുക്ക് ഫില്ലായിട്ട് വന്നു. നെക്സ്റ്റ് പോർഷൻ ഞാൻ ഇപ്പുറത്തെ ഭാഗം ഓപ്പോസിറ്റ് സൈഡ് ഇതേപോലെ തന്നെ വരയ്ക്കുന്നുണ്ട്. ഫിൽ കളറിൽ പോയിട്ട് ഞാൻ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സൈഡുകൾ മനസ്സിലാവാനായിട്ട് ജസ്റ്റ് ഒരു ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ജസ്റ്റ് ഒരു ഫേക്കായിട്ടൊരു 3D ഫോം ചെയ്ത പോലെ തോന്നണില്ലേ. അത് കഴിയുമ്പോൾ ഞാൻ ഡോറ് വെക്കാനായിട്ട് ജസ്റ്റ് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫിൽ കളർ ഓട്ടോമാറ്റിക്കലി ബ്ലാക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സൈഡ് സെലക്ട് ചെയ്യാണ്ട് വരയ്ക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് സെലക്ട് ആയിട്ടിരിക്കുകയാണ്, പക്ഷേ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ വരയ്ക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫിൽ കളർ കൊടുക്കുമ്പോൾ കണ്ട പേഴ്സ്പെക്റ്റീവ് കറക്റ്റ് അല്ലാണ്ട് ജസ്റ്റ് പുറത്തേക്ക് നിൽക്കണ പോലെ നിൽക്കണം. അപ്പോൾ അത് കറക്റ്റ് ആവാണ്ട് വരും. നമ്മളവിടെ മുകളിൽ ഞാൻ പറഞ്ഞ ഐക്കൺ ഉണ്ടല്ലോ, അവിടെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം. സൈഡ് ഏതാണ് ആ സൈഡിൽ വേണം വരയ്ക്കാനായിട്ട്. നമ്മൾ നമ്മുടെ പോയിൻ്റ് വെക്കുമ്പോൾ ഏത് സൈഡാണ് സെലക്ട് ആയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഫിൽ കളർ കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു വിൻഡോ പോലെ ഷേപ്സ് നമ്മൾ ഫോം ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഒരു ഹൗസിൻ്റെ ഒരു ലുക്ക് ഉണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഷേപ്സ് എല്ലാം ഫോം ചെയ്തെടുക്കാം. മോൾ ഭാഗത്ത് ജസ്റ്റ് ഒരു സ്ക്വയറോ റെക്ടാങ്കിളോ അങ്ങനെ ചെയ്ത് പേഴ്സ്പെക്റ്റീവ് കറക്റ്റ് ചെയ്തിട്ട് എടുക്കാം. ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ വരയ്ക്കുന്നുണ്ട്, ഫിൽ കളർ മാറ്റി കൊടുക്കുന്നുണ്ട്. അതല്ല നമ്മൾ സെയിം കളറാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ അവിടെ ഇന്ന ഒരു ഒബ്ജക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ സൈഡ് മാറ്റുക, ഫിൽ കളറ് മാറ്റുക, ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ വരച്ച് കൊടുക്കുക. ജസ്റ്റ് ഞാൻ ഒരു ബോർഡറൊക്കെ വരയ്ക്കണ പോലെ കളറ് ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഹൗസിൻ്റെ ഒരു ഫീല് കിട്ടാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഇതൊരു 3D ആയിട്ട് തോന്നുന്നുണ്ടല്ലോ. നമ്മളൊരു പോയിന്റിൽ നിന്ന് കാണുന്ന പോലെ ബിൽഡിങ്സ് ചെയ്യാൻ പറ്റും, ഹൗസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാം. ട്രേസ് എടുക്കാൻ പറ്റും. ഒരു ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ഇതേപോലെ പേഴ്സ്പെക്റ്റീവ് ഗ്രിഡ് ഇട്ടിട്ട് ജസ്റ്റ് നമ്മുടെ ഷേപ്പ് ടൂൾ വെച്ചിട്ട് കളർ മാറ്റിയിട്ട് വരച്ച് കൊടുക്കാൻ പറ്റും മുകളിൽ കൂടെ കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഹൗസ് പോലെയാണ് ക്രിയേറ്റ് ചെയ്തേക്കണേ. ഹൗസോ ബിൽഡിങ്ങോ എന്ത് വേണമെങ്കിലും ആക്കാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രീ ടു ട്രാൻസ്ഫോം ആണ്. നമ്മൾ സെലക്ഷൻ ടൂൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എങ്ങോട്ട് വേണമെങ്കിലും നീക്കി വെക്കാം. അതൊരു ഷേപ്പായിട്ടാണ് മാറിയേക്കണത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക, കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ വേറൊരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഹൗസോ ബിൽഡിങ്ങോ എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിയോളൂ കേട്ടോ.